അത് ഞങ്ങൾ ആലോചിച്ചിട്ട് വേണം. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ആലോചിക്കണം, UDF-ലെ ഘടകകക്ഷികൾ തമ്മിൽ ആലോചിക്കണം. ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് പറയും. അല്ല, എന്തായാലും അദ്ദേഹം ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഞങ്ങൾ അദ്ദേഹം അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തോട് ബഹുമാനം കാണിച്ചിരുന്ന ആളുകളാണ്. വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നോക്കിക്കണ്ടിരുന്ന ആളാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ബഹുമാനവും ആദരവും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിക്കുന്ന സാഹചര്യം UDF അത് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ. ഞങ്ങൾ വിസ്മയങ്ങളുണ്ടാകും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇനിയും ഉണ്ടാവും വിസ്മയങ്ങൾ. ഇനിയും ഉണ്ടാവും എത്രയും ഞാൻ പറയുള്ളത്. ഞാൻ കഴിഞ്ഞ 3 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ വിസ്മയം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചിരിച്ചു. ഇനിയും ഉണ്ടാവും. കാരണം അതിന്റെ ഒരു ട്രെൻഡ് പുതിയുഗ യാത്രയിൽ ഞങ്ങൾ കണ്ടതാണ്. 120-ലധികം സ്റ്റേജുകളിൽ ഞാൻ പങ്കെടുത്ത നിയോജകമണ്ഡലങ്ങൾ. ഒരു 100ഓളം സ്റ്റേജുകളിൽ CPM വിട്ട ആളുകൾ, ലോക്കൽ നേതാക്കൾ കോൺഗ്രസിലും മറ്റു ഘടകകക്ഷികളിലും ചേരുകയാണ്. ഞാൻ തന്നെ എത്രയോ പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു. ഞങ്ങളൊക്കെ ഒരുപാട് ജാഥകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് CPM-ൽ നിന്ന് ഒരു ഇറോഷൻ, ഒരു ഒഴുക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് താഴെ തട്ടില്ല. അത് ഭയങ്കരമായി ഞങ്ങൾ അത്ഭുതപ്പെട്ടു. പല സ്ഥലത്തും അറിയപ്പെടുന്ന ലോക്കൽ നേതാക്കളാണ് പാർട്ടി വിട്ട് വരുന്നത്. ഇതൊരു പുതിയ ട്രെൻഡാണ്. ആളുകൾക്ക് മതിയായി. ഇത് ഈ ഭരണത്തിന്റെ സൗകര്യവും അതിന്റെ മറ്റൊന്നും അനുഭവിക്കാത്ത സാധാരണക്കാരായ പാർട്ടിക്കാരാണ്. നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ്, അറിയപ്പെടുന്ന ആളുകളാണ്. ഇഷ്ടംപോലെ ആളുകൾ പോവാണ് പാർട്ടിയിൽ നിന്ന്. ഇപ്പൊ പാലക്കാട് കണ്ടില്ലേ? പാലക്കാട് അവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് പാർട്ടിക്കാരല്ലേ? എത്ര പേരാണ് പോയത്? എത്ര ആളുകളാണ് പോയത്? പയ്യന്നൂരിൽ എന്താണ് സംഭവിച്ചത്? പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോൾ CPM-ന്റെ ഏറ്റവും വലിയ കോട്ടയായ പയ്യന്നൂരിൽ എന്തായിരുന്നു ജനങ്ങളുടെ പ്രതികരണം? പാർട്ടിക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ എഴുതി വെച്ചോ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയാണ് കേരളത്തിലെ CPM. അതാണ് പിണറായി, ഈ 10 വർഷത്തെ പിണറായി ഭരണത്തിന്റെ ബാക്കി പത്രം പാർട്ടിക്ക് കൊടുത്ത ഡാമേജാണ്.